അഡ്വക്കേറ്റ് രാംകുമാർ, നിയമമുണ്ടാക്കാൻ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണ സഭകൾ ഉണ്ട് അല്ലേ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാരത്തോൺ ചർച്ച നടത്തിയിട്ടാണല്ലോ വഖഫ് ഭേദഗതി ബിൽ അത് പാസ്സാക്കിയത്. അപ്പോൾ ഇത്തരം നിയമങ്ങളിൽ സുപ്രീം കോടതിയുടെ കടന്നു കയറ്റം, കോടതിയുടെ ഭാഗത്തു നിന്ന് ചില അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നു. കോടതി ആ വാദത്തിൻ്റെ ആദ്യ സ്റ്റേജിൽ തന്നെ കോടതി അതിനെ പരോക്ഷമായി വിമർശിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോൾ കോടതി കയറി ഈ നിയമങ്ങളിലൊക്കെ ഇടപെട്ട് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നിയമനിർമ്മാണ സഭകളുടെ ആ ഒരു നിലനിൽപ്പ് അത് തന്നെ ചോദ്യം ചെയ്യപ്പെടില്ലേ? അതല്ല, ഈ സമീപകാലത്ത് സുപ്രീം കോടതിയിൽ നടന്ന ചില സംഭവങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ്. ഉദാഹരണത്തിന്, നമ്മുടെ ഭരണഘടന നിലനിൽക്കുന്നത് 3 സ്തംഭങ്ങളിലാണ്: നിയമനിർമ്മാണം, നിർവഹണ വിഭാഗം, നീതിന്യായം. ഇതിലൊരു ഘടകം മറ്റൊന്നിൽ അതിക്രമിച്ച് കയറാൻ പാടില്ല. ആ ഘടകത്തിന് നീക്കിവെച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വം. ഇത് സുപ്രീം കോടതി പല വിധിന്യായങ്ങളിലും വ്യക്തമാക്കിയിട്ടുണ്ട്. ചുരുക്കത്തിൽ, കോടതി നടപടികളെ പറ്റി വിമർശിക്കാൻ അസംബ്ലിക്ക് പോലും അവകാശമില്ല. അതിന് പ്രത്യേക അനുച്ഛേദമുണ്ട്. അസംബ്ലിയുടെ അകത്ത്, നിയമനിർമ്മാണ സഭയുടെ അകത്ത് കോടതി ഇലക്ഷൻ പോലും ചെയ്യാം എന്നാണ്. അതിന് പരിപൂർണമായ സംരക്ഷണമുണ്ട്. നിർവഹണ വിഭാഗത്തിനാകട്ടെ ഈ 2 കൂട്ടരും പറയുന്നത് നടപ്പാക്കാൻ, ഒന്ന് മറ്റൊന്നിന് അതിക്രമിച്ചു. ഇവിടെ എന്താ നടന്നത്? നിയമനിർമ്മാണം 2 ജഡ്ജിമാരെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഞാൻ അവരെ പറ്റി മോശമായിട്ട് പറയല്ല, പക്ഷേ ഈ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. അതിലൊരു ജഡ്ജിയുടെ പിതാവ് ഗുജറാത്ത് നിയമസഭയിലെ കോൺഗ്രസ് അംഗവും സ്പീക്കറുമായിരുന്നു. മറ്റേ ജഡ്ജി തമിഴ്നാട്ടിലെ DMKയുടെ അധികാര സ്ഥാനത്തിരുന്ന് ഡൽഹിയിലെത്തിയതാണ്. നമ്മുടെ CPMകാർ പറയും പോലെ പ്രതീകാത്മകമായി നാട് കടത്തുന്ന ഏർപ്പാടൊന്നും മറ്റ് രാഷ്ട്രീയ കക്ഷികൾ തുടങ്ങിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള 2 ജഡ്ജിമാരിരുന്ന് രാഷ്ട്രപതിക്ക് പോലും 3 മാസത്തെ കാലാവധി നൽകാൻ ഭരണഘടനയിലെ ഏത് അധികാരമാണ് അവർക്ക് കൊടുക്കുന്നത്? സൗകര്യത്തിനനുസരിച്ചല്ല ഭരണഘടന വിവക്ഷിക്കേണ്ടത്, ശാശ്വതമായ രീതിയിലാണ്. ഒരു പ്രത്യേക കേസിൻ്റെ വസ്തുതകൾ വെച്ചിട്ടല്ല കോടതി വിധി സുപ്രധാനമായ കാര്യങ്ങൾ പറയേണ്ടത്. കാലാകാലങ്ങളിൽ നിലനിൽക്കേണ്ട വിധിയാണ്. അപ്പോൾ അതിന് പകരം തമിഴ്നാട് ഗവർണർ കാലതാമസം വരുത്തുന്നു, അതുകൊണ്ട് 3 മാസം വെക്കണം. ഈ 3 മാസം വെക്കണോ വേണ്ടേ എന്നുള്ളത് എൻ്റെ സുഹൃത്ത് ഇവിടെ നേരത്തെ പറഞ്ഞു. കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടി തന്ന ആത്മാഭിമാനമാണ്. ആരാണ് സർ സ്വാതന്ത്ര്യം നേടി തന്നത്? ഇന്ന് പാണക്കാട് പോയി ആശീർവാദം മേടിക്കുന്നവരല്ല. കോൺഗ്രസ്സിലൊരു പുതിയ അംഗം ചേർന്നാൽ നിർബന്ധമായിട്ടും പാണക്കാട് പോയി ആശീർവാദം ആദ്യം വാങ്ങിയിട്ട് കതറെടുത്ത് DCC ഓഫീസിൽ ചെല്ലാൻ പറ്റുള്ളൂ. ആ ഗതികേട് ഉണ്ടായിരുന്ന കോൺഗ്രസ്സുകാരല്ല. നേരെ മറിച്ച് ജീവിതം മുഴുവൻ രാജ്യത്തിന് വേണ്ടി ത്യാഗം ചെയ്ത് സ്വത്തുക്കൾ നഷ്ടപ്പെടുത്തി ബ്രിട്ടീഷ് പോലീസുകാരുടെ ഭീകരമായ മർദ്ദനമേറ്റ് രാജ്യത്തിന് വേണ്ടി ശബ്ദിച്ച് ഉള്ള ധീരദേശാഭിമാനികൾ, വിവിധ സമുദായത്തിൽപ്പെട്ട ആളുകൾ. ഞാൻ പേര് പറയണോ? സർ സൈഫുദ്ദീൻ കിച്ലു, KM മുൻഷി, ഗുലാബായി ദേശായി തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കന്മാർ, ഡോക്ടർ അംബേദ്കർ, സർ അല്ലാടി കൃഷ്ണസ്വാമിയർ തുടങ്ങിയ നിയമവിദഗ്ധർ, ഇവരൊക്കെ കൂടി ആലോചിച്ചുണ്ടാക്കിയ ഭരണഘടനയാണ്. ആ ഭരണഘടന ഉണ്ടാക്കുന്ന അവസരത്തിൽ പ്രസിഡൻറ്റിന് കാലാവധി വയ്ക്കണമെന്ന് ചർച്ച ഉണ്ടായി. ഡോക്ടർ അംബേദ്കർ പറഞ്ഞു, നമ്മുടെ രാഷ്ട്രപതി ഉന്നതമായ സ്ഥാനം വഹിക്കാനാണ് നമ്മൾ സംവിധാനം ഉണ്ടാക്കുന്നത്. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഏറ്റവും നീതിന്യായ ചരിത്രത്തിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും, ഇവർക്കൊക്കെ തെറ്റ് പറ്റും എന്ന ധാരണയിൽ ഒരു നിയമം ഉണ്ടാക്കാൻ പാടില്ല എന്ന്
കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഡിബേറ്റ് വായിക്കുന്ന ആർക്കും മനസ്സിലാവും. എൻ്റെ സുഹൃത്ത് അനൂപിന് സമയം കിട്ടുമ്പോൾ അങ്ങനെ ഒന്ന് ചെയ്താൽ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അഭിപ്രായം മാറും. പിന്നെ അദ്ദേഹം മതേതരത്തെ പറ്റി പതിവ് പോലെ വാചല്ലേ എന്നെ വർഗീയവാദിയാക്കി. കാരണം ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി 2 വാക്ക് സംസാരിച്ചു. അദ്ദേഹത്തിന് ഹിന്ദു എന്ന് കേട്ടാൽ തന്നെ വർഗീയമാണ്. പാവം. എനിക്ക് വാസ്തവത്തിൽ കോൺഗ്രസ്സുകാരുടെ സഹതാപമുണ്ട്. കാരണം ചത്ത കുതിര എന്ന് പറഞ്ഞത് പാകിസ്ഥാൻ്റെ സഹസ്ഥാപകനായ സാക്ഷാൽ ജവഹർലാൽ നെഹ്റുവാണ്. ആ ചത്ത കുതിരയെ നിങ്ങളിന്ന് പടക്കുതിരയാക്കിയില്ലേ? പിന്നെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറയാറുണ്ട് പിന്നെ കൂട്ടക്കൊലയെ പറ്റി. എൻ്റെ പ്രിയപ്പെട്ട അനൂപേ, ഡൽഹിയിലെ സിഖുകാരെ നിങ്ങൾ കെട്ടിപ്പിടിച്ചിട്ടാണോ കൊന്നത്? ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും എന്താ പറഞ്ഞ് സജ്ജൻ കുമാറിൻ്റെ പ്രായം കണക്കിലെടുത്ത് ഞങ്ങൾ വധശിക്ഷ നൽകുന്നില്ല. ആരാ സജ്ജൻ കുമാർ? എൻ്റെ സുഹൃത്ത് അനൂപിന് അറിയാലോ. ഡൽഹി പ്രദേശത്തിലെ ഏറ്റവും വലിയ കോൺഗ്രസ് നേതാവ്. അദ്ദേഹം ഈ രാജ്യത്തിന് വേണ്ടി എല്ലാ കാലത്തും ത്യാഗം സഹിക്കുകയും പട്ടാളത്തിലും മറ്റതിലും കൂടുതൽ കാലം സേവനം അനുഷ്ഠിക്കുന്ന നിരപരാധികളായ സിഖുകളെ കൂട്ടക്കൊല നടത്തിയ പാരമ്പര്യമുള്ള പാർട്ടിയാണ് ഇന്ന് മതേതരത്തെ പറ്റി സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്ത് അനൂപേ, പാണേക്കാട്ടുന്ന എത്ര അനുഗ്രഹം മേടിച്ചാലും നിങ്ങളുടെ ഈ കറ നിങ്ങൾക്ക് മാറ്റി എന്നെ വർഗീയവാദി എന്ന് വിളിച്ചോളൂ. നിങ്ങൾക്ക് കോൺഗ്രസ്സുകാർ എങ്ങനെ വിളിക്കുന്നത് ഞാനൊരു അഭിമാനമായിട്ട് കാണും. കാരണം കപട മതേതരത്വത്തിൻ്റെ വക്താക്കളായ കോൺഗ്രസ്സുകാർ ഇന്നും ബലഹീനത കൊണ്ട് നിസ്സഹായാവസ്ഥ കൊണ്ട് പാണേക്കാട് അഭയം പ്രാപിച്ചാണ് കേരളത്തിലടക്കം നിലനിൽക്കുന്നത്. വയനാട്ടിലെ 6 മുസ്ലിം മണ്ഡലങ്ങളിൽ നിന്ന് നിങ്ങളുടെ നേതാവിനെ ജയിപ്പിച്ചെടുക്കാൻ ലീഗിൻ്റെ അനുഗ്രഹം ഇല്ലായിരുന്നെങ്കിൽ നടക്കില്ല എന്ന് രാഷ്ട്രീയത്തിൻ്റെ ബാലപാഠം അറിയാവുന്നവർക്കും. അതുകൊണ്ട് അനൂപ്, മതേതരത്തെപ്പറ്റി അധികം ഞെളിയണ്ട. നിങ്ങളുടെ മതേതരത്തെ ഞങ്ങൾ ധാരാളം കണ്ടതാണ്. ഈ ഇരട്ടത്താപ്പ്, അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹനുമാൻ ചാലിസ് നിരോധിച്ചാൽ മതേതരത്വം, പിന്നെ അതേ കാരണം കൊണ്ട്, സുരക്ഷാ കാരണം കൊണ്ട് കുരിശ് ഘോഷയാത്ര നിരോധിച്ചാൽ ഉടനെ മത ഇത്. ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാൻ നമ്മുടെ മുസ്ലിം സഹോദരിമാർ വരെ മനസ്സിലാക്കിയിരിക്കണം. ഇല്ലാത്ത ഭീതി നിങ്ങൾ അവരുടെ മനസ്സ് കുറ്റിക്കയറ്റി. കുറച്ചു കാലം CAA പറഞ്ഞു, ഇപ്പോൾ മറ്റൊന്ന് കിട്ടിയിരിക്കുന്നു വഖഫ്. ഇതും പരാജയപ്പെടും. നിങ്ങളുടെ പണ്ട് മഹത്തായിരുന്ന പ്രസ്ഥാനത്തെ സ്വന്തം നിലയ്ക്ക് കെട്ടിപ്പടുക്കാൻ, അല്ലാതെ പാണേക്കാട്ടിൻ്റെ ഔദാര്യത്തിൽ അവരുടെ തുണി പിടിച്ചുകൊണ്ട് നടക്കുന്നതിന് പകരം ജനങ്ങളുടെ ആദരവ് കിട്ടണമെങ്കിൽ ഒരു കാലത്ത് മഹത്തായിരുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആശയങ്ങളിലേക്ക് നിങ്ങൾക്ക് തിരിച്ചു പോകാൻ സന്മനസ്സുണ്ടാകട്ടെ. ഈ കപട മതേതരത്വം മാറ്റിവെക്കും. പിന്നെ വഖഫിലേക്ക് വരാം. അതാണ് എന്നോട് ചോദിച്ചത്. മിനിങ്ങാന്ന് വെല്ലൂര് ധാരാളം മുസ്ലിം നിവാസികൾ താമസിക്കുന്ന സ്ഥലമാണ്. 150 വീട്ടുകാരോട് വഖഫ് ബോർഡ് ഒഴിഞ്ഞു പോകാൻ പറഞ്ഞു. കാരണം വഖഫ് പ്രഖ്യാപിച്ചു ആ പ്രദേശം മുഴുവൻ വഖഫിന്. നിങ്ങളുടെ പാർട്ടിപ്പെട്ട ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞത് എത്രയും വേഗം സമയം ചോദിച്ച് ഒഴിഞ്ഞു പോകണം. ഇതാണ് നിങ്ങളുടെ മതേതരത്വം. കാലാകാലങ്ങളിലായിട്ട് അവിടെ താമസിച്ചിരുന്ന പാവപ്പെട്ട 150 കുടുംബക്കാരോട് വഖഫ് പറഞ്ഞു, ഇത് ഞങ്ങളുടെ വഖഫ് ഭൂമിയാണ്, നിങ്ങൾ ഒഴിഞ്ഞു പോകണം അല്ലെങ്കിൽ ഒഴിപ്പിക്കും എന്ന് പറയുമ്പോൾ കപട മതേതരത്വത്തിൻ്റെ പേരിൽ ആ പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പകരം ഒഴിയണം എന്ന് പറയുന്നവരുടെ ശബ്ദമുയർത്താൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഗതികേട് ആലോചിക്കുമ്പോൾ വാസ്തവത്തിൽ ഞങ്ങൾക്ക് സഹതാപമുണ്ട്. വെറുതെ അല്ല ഈ രാജ്യത്തെ ജനങ്ങൾ ആ പാർട്ടിയെ നിരാകരിച്ചത്. ഇന്ന് ലീഗിൻ്റെ സഹായത്തിൽ കുറച്ച് MLA നിങ്ങൾക്ക് കിട്ടും, പക്ഷേ അത് ശാശ്വതമല്ല. കഴിഞ്ഞവണ സമാജ്വാദി പാർട്ടിയുടെ സഹായത്തിൽ ചില ആളുകളൊക്കെ പാർലമെൻറ്റിലേക്ക് കടന്നു. അത് ശാശ്വതമല്ല. രാഷ്ട്രീയത്തിൽ ശാശ്വതമാണെങ്കിൽ ആദർശശുദ്ധിയും സംശുദ്ധിയും
കാഴ്ചപ്പാടുകൾ വ്യക്തതയും വേണം എൻ്റെ സുഹൃത്ത് അനൂപേ. അല്ലാണ്ട് മുദ്രാവാക്യങ്ങളും വെറുതെ വലിയ വലിയ ഒച്ചയുണ്ടാക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി എതിരാളികളെ മുഴുവൻ വർഗീയവാദികൾ എതിരഭിപ്രായം പറയുന്നു. എനിക്കതിൽ പരാതിയില്ല കേട്ടോ. പ്രത്യേകിച്ചും ഒരു കോൺഗ്രസ്സുകാരൻ എന്നെ വർഗീയവാദി എന്ന് വിളിക്കുന്നത് ഞാൻ വലിയ അഭിമാനമായിട്ടാണ് കാണും. കാരണം അവരുടെ കാപട്യം ഓരോ ദിവസവും വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാജ്യത്തെ ചിന്തിക്കാനും പ്രബുദ്ധരായ ജനങ്ങൾ ഈ കാപട്യം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിധേയത്വം, സഹതാപം അറിയിക്കുന്ന വിധേയത്വം ഈ രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വഖഫ് ഭൂമി എത്രയാണെന്ന് ആർക്കും അറിയില്ല. അവർ അവകാശപ്പെടുന്ന ലക്ഷക്കണക്കിന് ഏക്കറുണ്ടെന്നാണ്. ഇന്ന് ബഹുമാനപ്പെട്ട ചീഫ് ജസ്റ്റിസ് എന്താ പറഞ്ഞത്? ഡൽഹി ഹൈക്കോടതി വഖഫ് ഭൂമിയിലാണ്. അതെന്താ എൻ്റെ ശ്രീ അനൂപ് പറയാത്തത്? അദ്ദേഹത്തിൻ്റെ കപട മതേതരത്വത്തിന് യോജിക്കാത്ത പരാമർശമായതുകൊണ്ട് അദ്ദേഹത്തിന് സൗകര്യത കണ്ടില്ല എന്നടിക്കുകയാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന ആൾ ഇന്ന് അഭിഭാഷകരോട് ചോദിച്ചു, ഡൽഹി ഹൈക്കോർട്ട് സുപ്രീം കോടതി ഇരിക്കുന്ന ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരെ ഇരിക്കുന്നതാണ്, അത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഏതെല്ലാമാണ്? ഔറംഗസീബ് ഒരു ഗ്രാമം മുഴുവൻ വഖഫായി പ്രഖ്യാപിച്ചു. അതാണ് തുടക്കം ഇന്ത്യയിലെ വഖഫിൻ്റെ. ഇതൊക്കെ നിർണ്ണയിക്കാൻ ഉള്ള ഒരു നിയമ സംവിധാനം മുനമ്പം വില്ലേജിലടക്കം ഉണ്ടാക്കുന്നതാണോ മതേതരത്വത്തിനെതിരെ? അതോ എല്ലാ മതങ്ങൾക്കും തുല്യനീതി ഉണ്ടാക്കാനുള്ള? ശ്രീ അനൂപ് ഒന്ന് പഠിച്ച് പറയൂ. അല്ലാതെ രാഷ്ട്രീയത്തിൻ്റെ തിമിര കണ്ണുകൂടെ നോക്കി എല്ലാവരും വർഗീയവാദി. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് താങ്കൾ വർഗീയവാദി വിളിച്ചാൽ അഭിമാനമായിട്ട് തോന്നും. കാരണം താങ്കളുടെ പാർട്ടിയുടെ ആ രംഗത്തുള്ള പതനം ഞങ്ങളൊക്കെ നോക്കിക്കണ്ട് ദുഃഖിക്കുന്ന ആളുകളാണ്. ആ പഴയ പാരമ്പര്യത്തിലേക്ക് ആ പാർട്ടിയെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് എന്തെങ്കിലും സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പണക്കെട്ട വിധേയത്വം അനുസരിച്ചാണല്ലോ നിങ്ങൾ ഇന്ന് ഈ അഭിപ്രായം പറയാൻ. പക്ഷേ അനൂപ് പണക്കെട്ട അനുവാദം വാങ്ങിയെന്ന് എനിക്കറിയില്ല. ഇല്ലെങ്കിൽ അച്ചടക്ക നടപടി വിളിച്ചു വരുത്തണ്ട, ശ്രമിച്ചോളൂ. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഈ ന്യായങ്ങൾക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. വഖഫ് ഭൂമി ഏതാണെന്ന് തിട്ടപ്പെടുത്തണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വരെ ഇന്ന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. യെസ്.